പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1-2 ദിവസക്കാലമായി കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളിൽ ഒരു വലിയ പ്രചണ്ഡമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു PR ക്യാമ്പയിൻ നടക്കുകയാണ് കഴിഞ്ഞ 2 ദിവസക്കാലമായി. അതെന്താണെന്ന് ചോദിച്ചാൽ, പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ DGP ആയി ആ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം ലഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒരു PR ക്യാമ്പയിൻ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. പത്രമാധ്യമങ്ങളിൽ കണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല, ദൃശ്യമാധ്യമങ്ങളിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത്ഭുതകരമായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം ഇതിനു മുമ്പ് പല സ്ഥാനക്കയറ്റങ്ങളും പോലീസിൽ നടന്നിട്ടുണ്ട്. പലരും DGP ആയിട്ടുണ്ട്. DGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DGP ലോ ആൻഡ് ഓർഡർ അല്ല, DGP റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്തരത്തിലൊരു PR ക്യാമ്പയിൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ DGP റാങ്കിൽ യോഗേഷ് ഗുപ്ത ഇവിടെ ഇരിപ്പുണ്ട്, മനോജ് എബ്രഹാം ഇവിടെ ഇരിപ്പുണ്ട്. അവരൊന്നും DGP സ്ഥാനക്കയറ്റം അവർക്ക് കിട്ടിയ സമയത്ത് ഇതുപോലൊരു വലിയ ക്യാമ്പയിൻ, ഒരു PR ക്യാമ്പയിൻ ഇവിടെ നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി S ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ADGP, അയാൾ DGP ആയി സ്ഥാനക്കയറ്റം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി വലിയൊരു പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ അതിശക്തമായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, അയാളെന്തോ 52% മാർക്ക് മേടിച്ചിട്ട് എന്തോ ഇപ്പം DGP, അയാളുടെ DGP ആയി എന്നുള്ള മട്ടിലാണ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാളാകട്ടെ എന്ത് ചെയ്യുന്നു? അയാളാകട്ടെ കൃത്യമായിട്ടുള്ള ഈ സെൻട്രൽ സർവീസസിൻ്റെ റൂളുകൾ, ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അയാൾ പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങുകളുടെ പോലും റീലുണ്ടാക്കി അയാൾ ഫേസ്ബുക്കിൽ ഒക്കെ അയാൾ പോസ്റ്റ് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, അയാൾ തന്നെ റീലുണ്ടാക്കി പോസ്റ്റ് ചെയ്യുകയാണ് സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട്. ആ സ്വകാര്യ ചടങ്ങിലേക്ക് അയാൾ പോലീസിൻ്റെ വാഹനത്തിലാണ് വരുന്നത്. അതെങ്ങനെയാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? എനിക്കറിയാൻ പറ്റുന്നില്ല. ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുക, എങ്ങനെയാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇതുപോലെ അയാളുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടി ഒരു PR ക്യാമ്പയിൻ എങ്ങനെ ഇങ്ങനെ നടത്താൻ കഴിയും? ഇത് ഗവൺമെൻറ് നിയന്ത്രിക്കട്ടെ സുഹൃത്തുക്കളെ. അയാൾ വന്നിരുന്ന് മണിക്കൂറുകൾ കണക്കിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അയാളെ പുകഴ്ത്തുന്നു, അയാളെന്തോ വലിയവനാണെന്ന് പറയുന്നു. ഇതെന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ചോദിക്കാറുള്ളത്. എൻ്റെ സുഹൃത്താണത്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്. വലിയ തിരക്കായതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റാത്ത, എന്നാലും ഞാൻ നേരിട്ട് കാണുമ്പോൾ ചോദിക്കും. വേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിലും ഇങ്ങനൊരു പ്രചരണം നടന്നിട്ടില്ല. അത് അയാൾ തന്നെ നടത്തുന്നു, അയാൾ തന്നെ നേരിട്ട് നടത്തുന്നു, അയാളുടെ സിൽബന്ധികളെ കൊണ്ട് നടത്തുന്നു. ഇത് സർക്കാർ അനുവദിക്കാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ? ഇത് ആഭ്യന്തര വകുപ്പ് അനുവദിക്കാമോ? എത്രയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ ADGP ലോ ആൻഡ് ഓർഡറായിട്ട് P വിജയനുണ്ട്. അയാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടിയപ്പോഴൊന്നും ഇതുപോലെ ആളുള്ള ആഘോഷം നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞ ഒരാൾ ADGP ഇൻ്റലിജൻസ് ആയിട്ട് ഇരിപ്പുണ്ട്. അയാൾ ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇതുപോലുള്ള പ്രചരണം നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യോഗേഷ് ഗുപ്ത DGP ആയപ്പോൾ ഇതുപോലെ പ്രചരണം ഉണ്ടായിരുന്നില്ല. മനോജ് എബ്രഹാം DGP ആയപ്പോൾ ഇതുപോലെ പ്രചരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇയാൾ DGP ആകാൻ പോകുന്നു. ഇനി ഇയാൾ DGP ആകാൻ പോകുന്നു എന്നും പറഞ്ഞ് പ്രചരണം നടക്കുന്നു. പക്ഷേ ഇയാളെ പോലീസിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോഴത്തേക്കും അതിനെക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. അപ്പം അത്രയ്ക്ക് സ്വാധീനമാണ് ഇയാൾക്ക് മാധ്യമങ്ങളിലും. അത് വാർത്ത ചോർത്തി കൊടുത്തിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആരോപണമാണ് എൻ്റെ മുന്നിലുള്ളത്. ഇയാൾ ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴും, പോലീസിൽ ഓരോ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴും മാധ്യമപ്രവർത്തകർക്ക് വാർത്ത ചോർത്തി കൊടുത്തുണ്ടാക്കിയ ഒരു സ്വാധീനമാണ് ഇയാൾക്ക് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്ഥലത്തു നിന്നും അയാൾ വാർത്ത ചോർത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ മാറ്റിയിട്ട് പോലുമുണ്ട്. അങ്ങനെയുള്ള അയാൾ ADGP ലോ ആൻഡ് ഓർഡർ ആകാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും രമേശ് ചെന്നിത്തല അയാളെ ജയിലിലേക്ക് ചവിട്ടി ബൂട്ട് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും അയാളെ പോലീസിൽ നിന്ന് മാറ്റി എന്ന് പറയാനായിട്ട് ചങ്കുറപ്പുള്ള ഒരു പത്രലേഖകനും ഇവിടെ ഉണ്ടായില്ല. ഒരുത്തൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞ് ഇവനെയൊന്നും വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇയാളുടെ പൃഷ്ഠം താങ്ങുന്നവരാണ് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിലുള്ള അവരാരൊക്കെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം അവരാരൊക്കെയാണെന്ന്. അതുകൊണ്ട് ഇയാളുടെ ഈ പൃഷ്ഠം ഇയാളെ താങ്ങി നടക്കുന്ന കുറേ മാധ്യമപ്രവർത്തകരാണ് ഈ പണി ചെയ്യുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇയാളെ DGP ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറി ശുപാർശ നൽകി എന്ന് ഞാൻ ചോദിക്കുന്നത്, DGP ചീഫ് സെക്രട്ടറി ശുപാർശ നൽകിയ ഉടനെ തന്നെ സർക്കാർ അങ്ങ് തീരുമാനിക്കുമോ? അങ്ങനെയാണോ? അങ്ങനെയാണ് തീരുമാനം ഇതുവരെ വന്നിട്ടില്ലല്ലോ. നാളെ ഇനി വരുമില്ലെന്ന് എനിക്കറിയത്തില്ല. വന്നാൽ ഞാനതിനെ എതിർക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇതുവരെ വന്നിട്ടില്ലല്ലോ.
ഇനി എനിക്ക് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടും ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അദ്ദേഹവും ആരോപണ വിധേയനാണെന്ന് ഓർത്തോണം. അദ്ദേഹത്തിനെതിരെ 3 or 4 IAS ഉദ്യോഗസ്ഥകൾ ലൈംഗിക പീഡനം ആരോപിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം അയാളും മറക്കരുത്. അതിൻ്റെ വിശദാംശങ്ങളുണ്ട്, ഇനിയുണ്ട്, അത് ഇനിയും വരും, അതൊന്നും മറക്കരുത്. അയാൾക്കെതിരെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ആരോപണം കൊടുത്ത IAS ഉദ്യോഗസ്ഥകൾ സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം, അയാളും ഓർക്കണം. അയാൾക്കെതിരെ ആരോപണമുള്ള ആളാണ്. അയാൾ സർക്കാരിന് ഉത്തരവ് കൊടുത്തത് എങ്ങനെയാണ് പുറത്തു വന്നത്? അയാൾ ചോർത്തി കൊടുക്കാതെ എങ്ങനെയാണ് പുറത്തു വരുന്നത്? അതുകൊണ്ട് അയാളും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അയാളും മനസ്സിലാക്കിക്കൊള്ളണം. ഇനി സർക്കാരിനോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഈ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം 2 കേസുകളിലെങ്കിലും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുള്ള വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാരിനോട് ഹൈക്കോടതി ഞാൻ കൊടുത്ത ഒരു കേസിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് August 3 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കോടതി ഇലക്ഷൻ വരുത്താതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലത്. ആഭ്യന്തരമന്ത്രിയൊക്കെ പോയി കോടതി ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കോടതി കയറാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ സ്ഥാനക്കയറ്റം ഒന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് സർക്കാരിനോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. ഇത് മാറ്റിവെക്കണം എന്നുള്ളത് കാര്യകാരണ സഹിതം രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ റിസീവ്ഡ് ഞാൻ എഴുതി മേടിച്ചിട്ടുണ്ട്. കാരണം ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോകുമ്പോൾ എനിക്ക് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടുമുണ്ട്. ഇതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാൻ. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനത്തെ മാലാഖയാണ് എന്നാണ് മാധ്യമങ്ങളിലെ ഇയാളുടെ കുറെ മൂട് താങ്ങി മാധ്യമപ്രവർത്തകർ പറയുന്നത്. ഇയാൾ മാലാഖയാണോ? ഇയാൾ വെള്ളരിപ്രാവാണോ? ഇയാളൊരു സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ? ആണോ എന്ന് ഇയാളുടെ മൂട് താങ്ങികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ് അവരെ. പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം കൊച്ചു പിള്ളേരാണ്. അവരൊന്നും എനിക്ക് ഇരയല്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇയാളിന്ന് കേരളത്തിലെ പോലീസ് സേനയിലെ ഉന്നത പോലീസ് ശ്രേണിയിലുള്ള ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇയാൾ. ഇയാൾ DIG ആയിരുന്നപ്പോൾ ഇയാൾ 2014 സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൃത്രിമ സിം കാർഡ് ഉപയോഗിക്കുന്നു. കൂടെ ജോലി ചെയ്തിരുന്ന DYSPയെ അഴിമതി കേസിൽ കുരുക്കാൻ ശ്രമിച്ചു. റൌഫ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വസ്തുക്കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി ബന്ധപ്പെട്ടിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞ് 2014 DIG ആയിരുന്നപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇയാൾ. അവസാനം വിചിത്രമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇയാളെ സസ്പെൻഡ് ചെയ്തതിനേക്കാൾ കീഴുദ്യോഗസ്ഥനെ കൊണ്ട് വീണ്ടും രാഷ്ട്രീയ ഉന്നത നേതാക്കന്മാരെ സ്വാധീനിച്ച് അന്വേഷണം നടത്തി അതിനകത്തൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ച ആളാണ് ഇയാൾ. ഇയാളെ 2014 ഇയാളെ സസ്പെൻഡ് ചെയ്തല്ലോ. സസ്പെൻഡ് ചെയ്ത ആ വിഷയങ്ങൾ പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള മനോജ് ബ്രാവും അനന്തപത്മനാഭനും പിന്നീട് അന്വേഷിച്ചതാണ് ADGPമാർ. അവർ ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ശരിയാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അയാൾ അന്ന് നിർഭാഗ്യവശാൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ച് ഇനി മേലാൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ മേടിച്ചിട്ടാണ് തിരിച്ച് ഇയാൾ കയറുന്നത്. ആലോചിച്ച് നോക്കണം. കൃത്രിമമായ സിം കാർഡ് ഉപയോഗിച്ചു. കൂടെയുള്ള ഒരു DYSPയെ കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ. ആ ആരോപണങ്ങളിൽ മേൽ ഇനി ഇതുപോലുള്ള കുറ്റം ചെയ്യില്ല എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അതാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മേലുള്ള ഇയാളുടെ സ്വാധീനം. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഞാൻ. ഇയാളെന്തോ വെള്ളരിപ്രാവും സൽഗുണ സമ്പന്നനുമാണെന്നാണല്ലോ പറയുന്നത്. അയാളൊരു വ്യവസായിയുടെ വീട് കയ്യേറിയതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 25,000 രൂപ അയാൾക്ക് ഫൈൻ അടച്ച ആളാണ് സുഹൃത്തുക്കളെ. ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾ 25,000 രൂപ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അയാൾക്ക് ഫൈൻ അടിച്ചിട്ടുള്ളതാണ്. അയാൾക്കെതിരെ വേറെ എത്രയോ കേസുകൾ, ടൈറ്റസ് എന്ന് പറഞ്ഞ ഒരാളെ വിദേശത്ത് കൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ ശ്രമിച്ചത്, അങ്ങനെ എത്ര കേസുകൾ അയാൾക്കെതിരെ. സസ്പെൻഷനിൽ പോയ ഒരാൾ, അയാളിപ്പോൾ വളരെ സൽഗുണ സമ്പന്നനാണെന്നും പറഞ്ഞിട്ട് കുറേ മാധ്യമങ്ങൾ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിക്കുകയാണ്. എന്തൊരു അസംബന്ധമാണിത്! നാണം കെട്ടവന്മാരല്ലേ ഈ മാധ്യമങ്ങളെന്നും പറഞ്ഞിട്ട് നടക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്നുള്ള വാർത്തകൾ മുഴുവൻ ചോർത്തിയിട്ട് അയാൾ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് അയാളെ വെള്ളപൂശുകയാണ് കുമാർ. ഇനി അവസാനമായിട്ട് ഞാനൊന്ന് പറയട്ടെ. അയാൾ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞെന്താ, ഏതാണ്ട് 1-2 വർഷങ്ങൾക്ക് മുമ്പ്
ഈഴവർക്കും മുസ്ലിങ്ങൾക്കും എവിടെയോ തറവാട് എന്നല്ലേ അയാൾ ചോദിച്ചത്. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ എവിടെയാണ് തറവാട് എന്ന് പ്രസംഗിച്ച ആളാണ് ഇയാൾ. അതൊരു മതസമൂഹത്തെ അതിഭീകരമായി ആക്ഷേപിച്ച ഒരാളാണ്. ഈ ആശാരിക്കും ഈഴവനും മുസ്ലിമിനുമൊക്കെ എന്നാടോ തറവാടുണ്ടായത്? ആലോചിച്ചോട്ടെ, ഇയാൾ ചോദിച്ചതാണ്. സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്കായ ക്ലാസ്സിൽ ജാതീയത പറഞ്ഞതാണ് ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ പാലത്തായി എന്ന് പറഞ്ഞ പീഡന കേസിലെ സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞിൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ പീഡന കേസ്, ആ പീഡന കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചതല്ലേ? ഇയാൾ ശ്രമിച്ചതല്ലേ? ആ കേസ് നിലനിൽക്കുന്ന കേസല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ ഒരു ഒരു ഓഡിയോ സംഭാഷണം വൈറലായതല്ലേ? അവസാനം ആ കുട്ടിയുടെ അമ്മ കൊടുത്ത ഹർജിയിന്മേൽ അന്വേഷണ സംഘത്തിൽ നിന്ന് ഇയാളെ എടുത്ത് ചവിട്ടി ദൂരെ കളഞ്ഞതല്ലേ പാലത്തായി കേസ്? ആ പാലത്തായി കേസ് ശിക്ഷിക്കപ്പെട്ടില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെയും അന്വേഷണം വരേണ്ടതല്ലേ? അപ്പോൾ ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ കാര്യം വായിക്കാം. വി ഡി സതീശനും ലീഗും ഭരിക്കുമ്പോൾ DGP പദവിയിലേക്ക് പറ്റിയ മുന്തിയ ആൾ തന്നെയാണ് S. ശ്രീജിത്ത്. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിൽ ചിലത് പറയാം. 1. മോഡിയെ ഹൃദയത്തിൽ പൂജിക്കുകയും മാതൃകാ ഭരണാധികാരിയായി കാണുകയും ചെയ്യുന്നു. 2. പ്രതികൾ BJP നേതാക്കളാണെങ്കിൽ ബാലികമാരെ ബലാത്സംഗം ചെയ്തവരാണെങ്കിലും രക്ഷിച്ചെടുക്കാൻ ആത്മാർത്ഥമായി തന്നെ ഇടപെടൽ നടത്തുന്നു. 3. വത്സൻ തില്ലങ്കേരി, പ്രതീഷ് വിശ്വനാഥ് തുടങ്ങിയ കൊലക്കേസ് പ്രതികളും കൊടും വിഷങ്ങളുമായുള്ള സൗഹൃദം പരസ്യമായി അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നു. 4. പോലീസ് യൂണിഫോമിൽ അല്ലാതെയാകുമ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി യൂണിഫോമിലാകുമ്പോൾ അന്ധമായ ഭക്തനാണെന്ന് തെളിയിക്കാനുള്ള പ്രത്യേക കഴിവ്. 5. അത്യാവശ്യത്തിലധികം ജാതിബോധവും അഹങ്കാരവും പരസ്യമായി തന്നെ പറയുന്നു. കേരളത്തിൻ്റെ പോലീസ് മേധാവിയാകാൻ ഇതൊക്കെ തന്നെ പോരെ അളിയ. ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്നൊരു പോസ്റ്റാണ് ഞാനീ പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇയാളെ പോലീസിൽ നിന്നെടുത്ത് മാറ്റാനുള്ള ആർജവും ഇച്ഛാശക്തിയും രമേശ് ചെന്നിത്തല പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജയിൽ ആൻഡ് കറക്ഷൻ സർവീസിൽ അയാൾ കിടക്കുകയാണ്. അയാൾ കേരളത്തിലെ പോലീസ് സേനയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഓഗസ്റ്റ് 3 ഞാൻ കൊടുത്ത ഒരു കേസുണ്ട്, അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അതിൽ വിജിലൻസ് അന്വേഷണം മിക്കവാറും സർക്കാർ പ്രഖ്യാപിക്കോ ഇല്ലയോ എന്ന് പറയണമെന്ന് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഇയാളെ DGP ആക്കി ഉള്ള പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ സർക്കാർ തയ്യാറാവരുത് എന്നാണ്. ഞാൻ ഈ വിഷയം മന്ത്രിമാരായിട്ടുള്ള ശ്രീമൻ PK കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചിട്ടുണ്ട്, ശ്രീമൻ KM ഷാജിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ ഞാനിത് അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഇതുമായി കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹോം സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള കത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനമായി പറയുന്നു, ഇയാളൊരു വെള്ളരിപ്രാവല്ല, ഇയാളൊരു ആരോപണ വിധേയനാണ്. ഇയാൾ കേരളത്തിലൊരു പ്രബല മതസമുദായത്തിനെ പരസ്യമായി അധിക്ഷേപിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. കേരളത്തിലെ ആ മതസമൂഹത്തിൽ നിന്നുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് വേണ്ടി, BJPക്കാരായിട്ടുള്ള പ്രതികൾക്ക് വേണ്ടി പച്ച പരസ്യമായി ഇടപെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഇയാളുടെ സംഘബന്ധം പരസ്യമാണ്. അതുകൊണ്ട് ഇയാളെ DGP ആക്കി പ്രൊമോട്ട് ചെയ്ത് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് ഈ വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. എന്ന് മാത്രമല്ല, ഇയാൾ നടത്തുന്ന ഈ സെൽഫ് പ്രൊമോഷൻ അത് നിയന്ത്രിക്കാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ആ കാര്യം നേരിട്ട് ആഭ്യന്തരമന്ത്രിയോട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് മാത്രം, ഇയാളെന്താ ഭരണഘടനാതീത അധികാര കേന്ദ്രമാണോ എന്നാണ് ആഭ്യന്തരമന്ത്രിയോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ആഭ്യന്തരമന്ത്രി അക്കാര്യം നിയന്ത്രിക്കും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇയാളെ DGP ആക്കി പ്രൊമോട്ട് ചെയ്ത് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി ഈ സർക്കാരിനോട് സൂചിപ്പിക്കാനുള്ളത്.